ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ രാത്രിയിലെ ഒരു ഷെഡ്യൂളും അതുപോലെ തന്നെ കടലിലെ നാവിഗേഷൻ ലൈറ്റ്സ് ആൻഡ് റൂൾസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികളൊക്കെ ഓടിക്കാറ്. പക്ഷെ നമുക്ക് കടലിൽ നേരെ വിപരീതമാണ്. കടലിൽ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലൈറ്റ്സുകളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആകെയുള്ളത് നമുക്ക് നാവിഗേഷൻ ലൈറ്റ്സുകൾ എന്ന് വെച്ചാൽ രാത്രിയിലെ ഷെഡ്യൂൾ അത്യാവശ്യം റിസ്ക് ജോബാണ്. അപ്പം നമ്മുടെ രാത്രിയിൽ അകത്തായാലും പുറത്തായാലും ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ വെസൽ ഓടിക്കാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ ലൈറ്റ് ജസ്റ്റ് അകത്തുള്ളൊരു വിഷ്വൽ ഞാൻ ഫ്ലാഷ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ക്യാപ്റ്റൻ പൈലറ്റ് ചെയറിൽ നിന്ന് വാച്ച് ചെയ്തതും അതുപോലെ തന്നെ ഡ്യൂട്ടിയിലൊരു ആൾ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണാമല്ലോ. ഇതിൻ്റെ ഒരു പഴയകാല വീഡിയോ ആണ്. ഞാൻ രാത്രിയിൽ ഇതേപോലെ സ്റ്റിയറിംഗ് ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലാഷ് അടിച്ചിട്ട് അകത്തൊരു വിഷ്വൽ നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ലൈറ്റ്സ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ഡ്യൂട്ടിയിലുള്ള സമയത്ത് കണ്ടോ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് വിഷ്വൽ കാണുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നാവിഗേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലൈറ്റുകളെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് വിഷ്വലിലേക്ക് പോവാം. അപ്പോൾ നോർമലി നൈറ്റിൽ നമ്മളെ വെസലുകൾ കപ്പലുകളൊക്കെ ഓടുന്ന സമയത്ത് ഇതുപോലുള്ള 4 ലൈറ്റ്സുകളാണെന്ന് വെച്ചാൽ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. ഈ ലൈറ്റ്സുകൾ ഷേപ്പും ഈ ലൈറ്റ്സുകളുടെ ഭാഗങ്ങളും ഏത് ഭാഗത്താണെന്നൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ നാവിഗേഷൻ ചെയ്യുന്നത് കേട്ടോ രാത്രിയിൽ. അപ്പോൾ ഗ്രീൻ ലൈറ്റ് ഇപ്പോൾ കാണുവാണെന്നുണ്ടെങ്കിൽ ആ കപ്പലിൻ്റെ വലത് ഭാഗത്താവും ഗ്രീൻ ലൈറ്റ് കാണുക. അതുപോലെ തന്നെ റെഡ് ലൈറ്റ് നോർമലി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പലിൻ്റെ ഇടത് ഭാഗത്തായിട്ടാവും കാണുക. ഇതിനൊക്കെ ഓരോ വിഷ്വലും ആ ഒരു വിഷ്വലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്തണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വൈറ്റ് ലൈറ്റ് കാണുന്നത് ഇതിൻ്റെ മാസ്റ്റ് ലൈറ്റിൽ എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഏറ്റവും മുന്നിലുള്ള മാസ്റ്റമുലാവും നമുക്ക് വൈറ്റ് ലൈറ്റ് കാണാം. അപ്പോൾ ഈ ഒരു ലൈറ്റ്സുകൾ കണ്ടോ, അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് ഏറ്റവും ബാക്കിലും അതുപോലെ തന്നെ ഏറ്റവും ഫോർവേഡിലെ മാസ്റ്റിലും നമുക്ക് വൈറ്റ് ലൈറ്റ് കാണുന്നതല്ലേ. അപ്പോൾ ഈ ലൈറ്റ്സുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് രാത്രിയിൽ ആ കപ്പൽ ഏത് ദിശയിലാണ് പോകുന്നത്, ഏത് ദിശയിലോട്ടാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇനി ഞാൻ നോർമലായിട്ട് ഒരു കപ്പലിനെ എടുത്ത് കാണിച്ചു തരാം. ഈ കപ്പൽ മൂവിങ് ആണ്. ഈ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ സൈഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു റെഡ് ലൈറ്റ്. ഇത്ര വിഷ്വൽ മാത്രമേ നമുക്ക് കാണുള്ളൂ രാത്രി നാവിഗേഷൻ സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് മെർച്ചൻ്റ് നേവിയിൽ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ കണ്ണിന് 6x6 നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞത്. ഇനി മൂവ് ചെയ്യാത്ത കപ്പലാണെന്നുണ്ടെങ്കിൽ ആ കപ്പലിൻ്റെ എല്ലാ ലൈറ്റ്സുകളൊക്കെ ഇട്ട് അവർ ആങ്കർ ചെയ്ത് കിടക്കുന്നു എന്നാണ് ഈ ഒരു കപ്പലിൻ്റെ അടുത്ത്. വെച്ചാൽ ലൈറ്റ്സുകളെല്ലാം ഓണാക്കി കിടക്കുന്ന കപ്പലുകൾ മൂവിങ് അല്ല, അതവർ നങ്കൂരമിട്ട് കിടക്കുകയാണ്. ഈ ലൈറ്റ്സുകളൊക്കെ ഓഫ് ചെയ്ത് ഒരു ലൈറ്റ് പോലും ഇല്ലാതെ നമ്മൾ പറഞ്ഞ ഗ്രീന്, റെഡ്, വൈറ്റ് ഇതുപോലെ ലൈറ്റ് മാത്രം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ കപ്പൽ മൂവ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ലൈറ്റ്സുകളെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ട, അപ്പോൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് രാത്രി ഷെഡ്യൂളുകൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിയറിംഗ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വെസൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാണുന്ന കപ്പൽ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് എനിക്ക് ആ ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ റെഡ് ലൈറ്റാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ കപ്പൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ കപ്പലിൻ്റെ ഇടത് ഭാഗത്താണ് എനിക്ക് ലൈറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എൻ്റെ വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തോട്ടാണ് വെസൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കപ്പൽ ഗ്രീൻ ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ കപ്പലിൻ്റെ വലത് ഭാഗമാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ എൻ്റെ ആ കപ്പൽ ഇടത് ഭാഗത്തു നിന്നും വലത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷിപ്പിംഗ് ഫീൽഡിൽ ഒരു കാരണവശാലും വലത് ഇടത് എന്നല്ല പറയാം. കപ്പലിൻ്റെ വലത് ഭാഗം എന്ന് പറയുമ്പോൾ സ്റ്റാർ ബോർഡ് സൈഡ്, എനിക്ക് സ്റ്റാർ ബോർഡ് സൈഡാണ് ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത് സ്റ്റാർ ബോർഡ് സൈഡാണ്. ആ കപ്പൽ എൻ്റെ പോർട്ട് സൈഡിൽ നിന്നും സ്റ്റാർ ബോർഡിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സീമനോ അല്ലെങ്കിൽ ഒരു മെർച്ചൻ്റ് നേവിക്കാരനോ ഒരു കാരണവശാലും ഈ നാവിഗേഷൻ ലൈറ്റ്സുകൾ മറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ എപ്പോഴും ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൂത്രം എന്ന് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് വലത് ഭാഗം, റെഡ് ലൈറ്റ് ഇടത് ഭാഗം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇടത് ഭരിക്കുന്നത് ചുവപ്പുകാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ പോർട്ട് സൈഡ് റെഡ് ലൈറ്റ് എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെക്കുമ്പോൾ ഒരു ലൈറ്റ് നമുക്ക് എപ്പോഴും മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അത് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് ആ കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ നമ്മൾ ഒരു കാരണവശാലും പാസ് ചെയ്ത് പോരുത്. ഇപ്പോൾ നമ്മുടെ ഫുജറ പോലുള്ള ആങ്കറേജുകളിലൊന്നും റഡാർ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ അടുത്തൂടെ ബോട്ടുകൾ വരുന്നുണ്ട്, കപ്പലുകൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കപ്പലിൻ്റെ മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നാവിഗേഷനിൽ വാച്ച് വളരെ കണിശമായിട്ട് തന്നെ നോക്കണം. ഇപ്പോൾ ഈ കപ്പലുകളാണെന്നുണ്ടെങ്കിലും ഈവൻ ചെറിയ ബോട്ടുകളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ട്. ആ ബോട്ടിൻ്റെ വലത് ഭാഗം എന്ന് വെച്ചാൽ സ്റ്റാർബോർഡ് സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നാവിഗേഷൻ ലൈറ്റ്സുകളും റൂൾസുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രാത്രിയിൽ വെസൽ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻ പൈലറ്റ് ചെയറിൽ നിന്നും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സ്റ്റിയറിംഗ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേരും വളരെ കണിശമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഒരു പിഴവ് സംഭവിച്ചാൽ മരണം സംഭവിക്കുന്നതാണ്. കാരണം ഈ കപ്പലിൻ്റെ അടിയിലേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ബാക്കി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഡ്യൂട്ടി ഇച്ചിരി റിസ്ക് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മെർച്ചൻ്റ് നേവിയിൽ 6x6 വേണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് അടുത്ത് എത്താനായിട്ടുണ്ട്. ഈ കാണുന്നത് കരയല്ല കേട്ടോ, ആങ്കറേജിലെ കപ്പലുകൾ നിർത്തിയിട്ടതാണ്. ഈ ഫ്യൂച്ചർ ആങ്കറേജിൽ 500ഓളം കപ്പലുകളാണ് നമ്മൾ ആങ്കറേജുകളിലുള്ളത്. അപ്പോൾ അതാണ് കാണുന്നത്. ഇനി നമ്മൾ കരയിലോട്ട് നോക്കുന്ന സമയത്ത് ഇതാ ഏകദേശം നമ്മളൊരു 5 മൈലോളം കരയിൽ നിന്നും പോന്നു കഴിഞ്ഞു. കര കാണുന്നത് അതാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് കപ്പലുകൾ നിർത്തിയിട്ടാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടൊരു കടലിൽ വരുന്ന ആൾ രണ്ട് ഭാഗം നോക്കിയാലും കര പോലെയാണ് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിയിലൊരു വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നീല ലൈറ്റ്സുകൾ ഇങ്ങനെ മിന്നണ കാണുന്നുണ്ടാവും കടലിൽ. ഇതാണ് നമ്മൾ ആ ഒരു കുമ്പളങ്ങ നൈറ്റ്സിൽ പറഞ്ഞ കവര പൂത്ത് കിടക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കവര പൂത്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ആളെ എടുക്കാനുള്ള കപ്പലിൻ്റെ അലോങ് സൈഡ് എത്തി. നമുക്ക് ഇവിടുന്ന് ഒരു സർവേയർ എടുക്കുക, നേരെ തിരിച്ചു പോകുക. അതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റിംഗ് ഒന്നും വന്നില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സർവേയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് കരയിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്ര ഏകദേശം ഇപ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ല എന്നുള്ളത്. എന്നാൽ ഇനിയാണ് റിസ്ക് വരുന്നത്. കാരണം തിരിച്ച് കരയിലോട്ട് അല്ലെങ്കിൽ പോർട്ടിലോട്ട് പോണ സമയത്ത് പോർട്ടിനകത്തേക്ക് കയറുക എന്നുള്ള ഒരു വെല്ലുവിളി ഞാൻ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു സംഭവമാണ്. നിങ്ങൾക്ക് വിഷ്വലിൽ കാണിച്ചു തരാം. കരയിലോട്ട് തിരിച്ചു പോണ സമയത്ത് കരയിൽ പല ബിൽഡിങ്ങുകളെയും മഞ്ഞ, പച്ച, ചുവപ്പ് ഇങ്ങനെ പല ലൈറ്റ്സുകളാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണം കപ്പലുകൾ മൂവിങ് ഉണ്ടോ, ബോട്ടുകൾ മൂവിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വിഷ്വൽ കാണുന്നുണ്ടോ, ഒരു കപ്പൽ മൂവിങ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെഷീനറീസും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റഡർ അതുപോലുള്ള പല മെഷീനറീസും വാച്ച് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടിക്ക് ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്താലും നമ്മൾ നമ്മളെ കണ്ണിനെ മാത്രം വിശ്വസിച്ച് പോവുക. കാരണം നമ്മൾ ഈ ആങ്കറേജിലൊന്നും റഡർ നോക്കി ഓടിച്ചിട്ട് കാര്യമില്ല. പല വെസലുകളും പല സമയത്തും മൂവിങ് ആണ്. കാരണം ഭയങ്കര ട്രാഫിക്കാണ് നമ്മളെ ഈ ഫുജറ പോർട്ടിനകത്തും നമ്മൾ ആങ്കറേജിനകത്തും. അപ്പോൾ നമ്മൾ ഈ റഡറിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ കണ്ണുകൾ വിശ്വസിക്കുക. നമ്മൾ ഡ്യൂട്ടി പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് പോർട്ടിനകത്തേക്ക് കയറുന്ന വിഷ്വലാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. വളരെ സൂക്ഷിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ ക്ലൈമാക്സ്. അപ്പോൾ അങ്ങനെ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കോഴ്സാണത്. എന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിയൊക്കെ ഓരോന്ന് വേ പോയിന്റുകൾ ഇട്ടേക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. നമ്മൾ 9 നോട്ട് 10 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തേണ്ട എത്ര നോട്ടിക്കൽ മൈലെത്തും, ആ ജെട്ടിയിലുള്ള വേ പോയിന്റ്, ഏത് കോഴ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് കോഴ്സിലാണ് ഞാൻ തിരിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ട് ഓടിക്കാൻ പഠിക്കണമെന്ന് വെച്ചിട്ട്. ഫുൾ വിഷ്വൽ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിതാ പോർട്ടിന് അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വിഷ്വലിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു കപ്പൽ പോർട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ദൂരെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പലിൻ്റെ ലൈറ്റ് ഏതാ, കരയിലെ ലൈറ്റ് ഏതാ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു മൈൽ ദൂരത്തിലെത്തിയപ്പോൾ നമുക്ക് ആ കപ്പലിൻ്റെ വിഷ്വൽ മൊത്തം കാണാം. എന്നാൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ 4 മൈൽ ദൂരത്ത് നിന്ന് തന്നെ നമ്മൾ ഈ വിഷ്വൽ എന്ന് വെച്ചാൽ കപ്പൽ മൂവ്മെൻ്റ് ഉള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കപ്പൽ മൂവ്മെൻറ്റ് ഉള്ള സമയത്ത് നമ്മൾ പോർട്ടിനകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കാരണവശാലും ആ കപ്പലിൻ്റെ മുൻഭാഗത്തൂടെ എന്ന് വെച്ചാൽ ഫോർവേഡിലൂടെ പാസ് ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്രോസിങ് സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റേൺ വഴി എടുത്ത് പോകണം, അതല്ലെങ്കിൽ നിർത്തിയിടുക എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടേൺ അറൗണ്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. കാരണം നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേറൊരു വെസൽ വരുന്നതുകൊണ്ട് നമുക്കത് തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് മൊത്തം തിരിച്ചൊരു വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ചാനലിൽ നോക്കിയാൽ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ കപ്പലിൻ്റെ ബാക്ക് ഭാഗത്തൂടെ പാസ് ചെയ്ത് പോകണം. പക്ഷേ നമ്മൾ വെസലിന് അത്യാവശ്യം സ്പീഡുള്ളത് കൊണ്ട് നമ്മൾ നിർത്തിയിട്ടേക്കാണ്. കാരണം ആ കപ്പൽ കുറച്ചുകൂടെ മൂവ് ആയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലൂടെ പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഇപ്പോൾ നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ആയി തുടങ്ങിയപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളും പതിയെ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ പതിയെ കപ്പലിൻ്റെ സ്റ്റേൺ വഴി എന്ന് വെച്ചാൽ ബാക്ക് സൈഡ് വഴി നമ്മൾ പോർട്ടിലോട്ട് പോവുകയാണ്. ഇൻ കേസ് എങ്ങാനും നമ്മൾ ആ കപ്പലിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പികയാണ് നമുക്ക് ഫൈന് ക്യാപ്റ്റന് കിട്ടുന്നത്.
അപ്പോൾ അതുകൊണ്ട് വാച്ചിൻ്റെ സമയത്ത് വളരെ കണിശമായിട്ട് തന്നെ വാച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞ കപ്പലിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വിഷ്വലിൽ കാണാം ഗ്രീൻ ലൈറ്റ് വ്യക്തമായിട്ട്. ഈ ഗ്രീൻ ലൈറ്റും ഈ കരയിൽ എന്തോരം ബിൽഡിങ്ങുകൾക്ക് പച്ച ലൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ റിസ്ക്. കാരണം ഈ ഇരുട്ടത്ത് നമ്മൾ ആ ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടുപിടിച്ച് ആ കപ്പൽ മൂവിങ് ആണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു മെർച്ചൻ്റ് നേവിക്കാരൻ്റെ കണ്ണാണ് മെർച്ചൻ്റ് നേവിക്കാരൻ്റെ ആയുധം എന്ന് പറയുന്നത് ഇതിനാണ്. കാരണം ഈ കരയിൽ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ മൂവിങ്ങിൻ്റെ സമയത്ത്. ഈ സമയത്ത് സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജോലീൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പെട്ടതാണ് ഒരു നേവി കപ്പലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലൂടെ. ഈ നേവി കപ്പൽ നമുക്ക് റഡാറിൽ പോലും കിട്ടൂല അവർ മൂവ് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് ആകെ കാണാവുന്നത് ആ രണ്ട് സൈഡിലും കണ്ടുവരും നീല ലൈറ്റ് മിന്നാണ്. ആ നേവി കപ്പലിൻ്റെ മുന്നിലും ബാക്കിലും ചെറിയ ബോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ഈ അവിടെ നേവി വെസൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടത്. അപ്പോൾ വലിയ കപ്പലുകളൊക്കെ പോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്നത് ഇതുപോലുള്ള ആ കപ്പലിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു പൈലറ്റ് ബോട്ട് കാണാം. പൈലറ്റും അതുപോലെ തന്നെ പൈലറ്റ് ബോട്ടുകളൊക്കെ വലിച്ചാണ് അവരെ കൊണ്ടുപോവുക. എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. പല രാജ്യങ്ങളിലും വന്ന് വരുന്ന കപ്പലുകളാകുമ്പോൾ അവർക്ക് ആ പോർട്ടിനകത്തേക്ക് കയറാനുള്ള വഴിയും കാര്യങ്ങളൊന്നും അവർക്കുള്ളൊരു സംഗതികൾ അറിയില്ല. അപ്പോൾ അവർ പൈലറ്റാണ് അവരെ ആനയിച്ച് കൊണ്ടുപോവുക. എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഇനിയാണ് നമ്മൾ അടുത്ത ടാസ്ക്. കാരണം മൗത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോർട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന വഴി എവിടെയെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലൈറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആ വഴികൾ നോക്കിക്കൊണ്ടിരിക്കണം. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു അംബർല ബീച്ച്, ഫുജൈറയിൽ അംബർല ബീച്ച് ആ സൈഡിലുണ്ട്. പക്ഷേ ഇത്രയും കാലത്തെ വർഷത്തിൽ ഞാൻ ഇതുവരെ ഈ അകത്തേക്ക് കയറുന്ന സമയത്ത് ആ ഒരു ബീച്ച് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെപ്പോലുള്ള ഒരു ടൂറിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കരയിനെ കാണുമ്പോൾ വാവ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബീച്ചിലേക്കൊക്കെ നോക്കി എല്ലാവരും സന്തോഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ടെൻഷൻ അടിച്ചിട്ടാണ് ഈ പോർട്ടിനകത്തേക്ക് കയറുന്നത്. കാരണം നമുക്ക് ആ മൗത്ത് കാര്യങ്ങൾ നോക്കണം, മൂവ്മെൻറ്റുകൾ നോക്കണം, ഏതെങ്കിലും ബോട്ടുകൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ അകത്തുനിന്നുള്ളൊരു വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ വീൽ ഹൗസിൽ നിന്ന് നമുക്ക് കാണുന്നൊരു വിഷ്വൽ. കാരണം നമ്മൾ സ്പീഡിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൗത്തിലേക്ക് കയറുമ്പോൾ ആകെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കിട്ടുന്നത് ഒരു ഗ്രീൻ ലൈറ്റും ഒരു റെഡ് ലൈറ്റുമാണ്. അതും ഈ കരയിൽ ഈ ബിൽഡിങ്ങുകളുടെ അടിയിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റിയറിംഗ് പിടിക്കുന്ന ഡ്യൂട്ടിയുടെ ആളും ഇതിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊന്നും ഓഫ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ നോക്കി ലൈറ്റ്സുകളൊക്കെ നോക്കി നമ്മൾ ആ ഒരു പോർട്ടിൻ്റെ മൗത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏകദേശം പോർട്ടിൻ്റെ അടുത്തെത്തി. നമ്മളെ മൗത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. ദൂരെ നിങ്ങൾക്കൊരു ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ജസ്റ്റ് വിഷ്വലിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഗ്രീൻ ലൈറ്റാണ് നമ്മളെ ഹെഡിങ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ആ ഗ്രീൻ ലൈറ്റിലോട്ട് പോകുന്നത് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് ഞാൻ മുന്നേ പറഞ്ഞു സ്റ്റാർ ബോർഡ്. ആ റെഡ് ലൈറ്റ് കാണുന്നത് ദൂരെ അത് നേരെ ഔട്ട് സൈഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മൗത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈപ്പറിൻ്റെ ആ സൈഡിൽ ആ സെൻറ്ററിൽ കണ്ടോ നിങ്ങൾക്കൊരു ഗ്രീൻ ലൈറ്റ്, അതാണ് നമ്മളെ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പോർട്ടിൻ്റെ മൗത്തിൻ്റെ ആ ഒരു ലൈറ്റ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് പിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ അകത്തേക്ക് കയറും. അപ്പോൾ ഏകദേശം നമ്മൾ രാത്രിയിൽ ഡ്യൂട്ടി കഴിയാനായി. ഇനി അകത്തേക്ക് കയറുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ പോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ പതിവിലും കൂടുതൽ ട്രാഫിക് ഉണ്ട്. ഒരുപാട് ബോട്ടുകൾ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, കാരണം ഒരു നേവി വെസൽ മൂവിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയൊരു കപ്പൽ മൂവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട് നമുക്ക് അകത്തേക്ക് പോകാൻ. എന്തായാലും ഏകദേശം നമ്മൾ അകത്തെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് പോർട്ടിൻ്റെ അകത്തുള്ള വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സർവീസ് ബോട്ടുകളൊക്കെ നിർത്തിയിരുന്ന പോർട്ട്. വലിയ കപ്പലൊക്കെ നിർത്തിയിരുന്നത് ഇതിൻ്റെ അപ്പുറത്തുള്ള വലിയ പോർട്ടാണ്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഒരു കപ്പലിനെ കൊണ്ടാക്കിയിട്ട് ഒരു പൈലറ്റ് ബോട്ട് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് കെട്ടാൻ വരുവാണ്. അപ്പോൾ നമുക്ക് പോർട്ടിനകത്ത് അധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. കാരണം ഈ ഫൈനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ക്യാപ്റ്റൻ പറഞ്ഞ അധികം വീഡിയോ ഒന്നും പോർട്ടിനകത്ത് നിന്ന് എടുക്കണ്ട എന്നുള്ളത്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ നിർത്തിയിരുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നതാണ് ലോഡിംഗ് പോയിൻ്റ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ രാത്രിയിലെ ഒരു ദിവസത്തെ വിഷ്വൽ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.